ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് എൻ്റെ ദുവമോക്കിലെ ഒരു വെജിറ്റബിൾ റൈസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കറും അതിൽ ഞാൻ സാധാ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കൽ. ഓൾക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നെയ്യും അതുപോലെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കൽ. അതിക്ക് പിന്നെ 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും ഒരു 2 ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം അത് മൂത്ത് വരുന്ന ടൈമിൽ ഒരു സവാള അരിഞ്ഞത് ചേർക്കും. 2 നേരത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സവാള ഫുള്ളായിട്ട് എടുക്കും. അതേ ഒരു ഉച്ചക്ക് മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് സവാള കേട്ടോ ഞാൻ എടുക്കലുള്ളൂ. അത്ര മതി അതിലേക്ക്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ഇതും അതുപോലെ തന്നെയാണ്. ഞാൻ 2 നേരത്തിനാണെങ്കിൽ ഒരു തക്കാളി, ഒരു നേരത്തിനാണെങ്കിൽ ഹാഫ് തക്കാളി, ആ ഒരു കണക്കിലാണ് ഞാൻ എടുക്കാറുള്ളത്. കാരണം ഒരു വയസ്സായ കുട്ടിക്കുള്ളത് കുറച്ച് മതിയല്ലോ. അത് അങ്ങനെ ചെറിയൊരു പീസ് പൊട്ടറ്റോ ഞാൻ അതിൽ അരിയലുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് അതിലേക്ക് ഒന്നാമത് ഞാൻ കുട്ടിക്ക് ക്യാരറ്റും ബ്രോക്കോളിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കൽ പൊതുവേ. അതാകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചെല്ലുമല്ലോ, അല്ലാണ്ടാകുമ്പം കുട്ടികൾക്ക് മടിയായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ക്യാരറ്റും ചെറിയൊരു പീസ് ബ്രോക്കോളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലോണം വഴറ്റുക. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും ഓയിൽക്ക് നമ്മൾ എടുക്കണം എന്നുള്ളൊരു വാശി പിടിച്ച് കയറുക. എൻ്റെ മോളും അതേപോലെ തന്നെയാണ്. ഞാൻ കുക്ക് ചെയ്യണ കണ്ടാൽ ഓടി വരും, എന്നിട്ട് എടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഓൾക്കതിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ പിന്നെ അതിലേക്ക് നല്ലോണം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴണ്ട് വരണം. അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല 2-3 ഇല്ലി ഇടുക. ആ കറിവേപ്പിൻ്റെ ഇല ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണല്ലോ. അങ്ങനെ അവൾ ഇങ്ങനെ എപ്പോഴും ചിണിങ്ങോണ്ടൊക്കെയായിരുന്നു. എന്നെ എടുക്കും, അമ്മ എടുക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കരച്ചിലുണ്ടാക്കില്ല അങ്ങനെ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് മല്ലിച്ചപ്പിൻ്റെ ഇല ഇടും. കുറച്ച് മതി മല്ലിച്ചപ്പിൻ്റെ ഇല. അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. അതേമാതിരി ഇതിലേക്ക് ആകെ ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടും, ഉപ്പും. ഇതല്ലാതെ വേറെ ഒന്നും ഞാനിതിൽ മസാല ഐറ്റംസ് വേറെ ഒന്നും ചേർക്കാറില്ല. ഇത് തന്നെ മതി. ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യമുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ കുട്ടി എത്രയാണോ കഴിക്കണത് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് റൈസ് എടുക്കുക. എനിക്ക് അങ്ങനെ കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം എൻ്റെ തൂവമോള് പറഞ്ഞാൽ അത്രമാത്രം കഴിക്കില്ല, കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള റൈസാണ് ഇടാറുള്ളത്. പിന്നെ ഓൾക്ക് എന്ന് പറയുന്നത് കുറച്ച് ലൂസായിക്കാണ്ടുള്ളൊരു ചോറിനോടാണ് ഇഷ്ടം. ഇങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് നമ്മളൊക്കെ ബിരിയാണി വെക്കുമ്പോഴുള്ള ആ വേവ് അങ്ങനെ അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് കുറച്ചിങ്ങനെ വെള്ള ടൈപ്പിൽ ഇങ്ങനെ കുറച്ചെന്നാൽ ഇച്ചിരി വെള്ള ടൈപ്പിൽ നിൽക്കുന്ന ആ ഒരു ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ കുറച്ച് എക്സ്ട്രാ വെള്ളം ഞാൻ അവൾക്ക് പാരലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് വെള്ളം അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എത്രയാണോ അരി എടുക്കണേ അരിക്കൊരു മേലെ ഇച്ചിരി വെള്ളം നിന്നാൽ മതി പൊതുവേ. ഞാൻ അവൾക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം പാരും, അവൾക്ക് ഇങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ബിരിയാണിയിൽ നെയ്ച്ചോറ്റിൻ്റെലാണ് ഞാനിത് പിന്നെ ഇട്ടിട്ടില്ല. നെയ്ച്ചോറ്റിൻ്റെ ഇടുമ്പോൾ ആ ഒരു ചോറ് നമ്മൾ വിസിലടിക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അത്രയും നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് അതിലിട്ടാൽ. ഇങ്ങനെയാണ് ഞാൻ പൊതുവേ മോൾക്ക് ഉണ്ടാക്കൽ. ഇതുപോലെ തന്നെ ഞാൻ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കലുണ്ട്. ആ ടൈമിൽ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഇടില്ല. വെറും തക്കാളിയും ഒരു സവാളയും മാത്രം ചിക്കനും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അതിൻ്റെ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ 3 വയസ്സിലാണ് ഞാൻ ചെയ്യൽ. 3 വയസ്സിലാകുമ്പോൾ അത്യാവശ്യം നല്ലോണം കുക്കായി വരും. ഒക്കെ ഇച്ചിരി ഇങ്ങനെ വെള്ളം ടൈപ്പിൽ കിട്ടും ചെയ്യും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ ഉടഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി വെജിറ്റബിൾ റൈസ് ഉണ്ട്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ. ഭയങ്കര നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു അടിപൊളിയായിട്ട് കുട്ടികൾക്ക് തിന്നാൻ പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെയുണ്ട്. ധൂവിന് കുറച്ച് വിളമ്പിയിട്ടുള്ളൂ. അതുമാതിരി കുട്ടികൾക്ക് കേട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ തിന്നാൻ. പക്ഷെ മോൾക്കത് സാധാ ചോർക്ക് അങ്ങനെ കഴിക്കാനാണ് തൈരിനോട് ഇഷ്ടം. അല്ലാണ്ട് ബിരിയാണി ഇങ്ങനത്തെ ഐറ്റംസിനോടും തൈരിനോടും വല്ല ഇഷ്ടമല്ല. സാധാ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇഷ്ടം. കണ്ടോ അടിപൊളിയായിട്ട് കഴിക്കും. എല്ലാ കുട്ടികളും കഴിക്കും ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാധനമാണ്.